Hello guys, welcome to another vlog of Mallu in Maple. So guys, നമ്മൾ ഇന്ന് വൈകുന്നേരം ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഇന്ന് സാറ്റർഡേ ആണ്. സോ നമ്മൾ ഇന്ന് ഡൗൺ ടൗൺ വഴി ഒന്ന് US ബോർഡറിലോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ബോർഡർ വരെ പോകാൻ പറ്റത്തുള്ളൂ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അതിന് പിന്നെ സ്പെഷ്യൽ പെർമിഷൻസും പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. സോ ജസ്റ്റ് ബോർഡർ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ എന്തായാലും നമുക്ക് അതിന്റെ കാഴ്ചയിലേക്ക് പോകാം ഗൈസ്. പുറത്ത് വണ്ടി റെഡിയാണോ? മഞ്ഞിന്റെ നാട്ടിലൊരു മല്ലു കഥ, മെകളിലകളിൽ സ്വപ്നയാത്ര, കനയുടെ തണുപ്പിൽ ചൂടുള്ള മനസ്സ്, ജീവിതം യാത്ര ഓർമ്മകൾ. മല്ലുവിൻ മേപ്പിൾ നമ്മുടെ ലോകം. ഐലൻഡ്സിന്റെ മുകളിലാണ് കെട്ടിയിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഐലൻഡ്സ് കാണാം. നമ്മൾ മോൺട്രിയലിൽ വരുമ്പോൾ നമുക്ക് ക്യുബെക്കിൽ ആക്ച്വലി കുറേ ഐലൻഡ്സ് ഉണ്ട്. സോ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇത് കെട്ടിയിരിക്കുന്നത് ഒരു ഐലൻഡിന്റെ മേളിൽ കൂടിയാണ്. ഇതുവഴി നിങ്ങൾക്ക് നേരെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഈ ഒരു ന്യൂയോർക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ വഴി കൂടിയാണ് നമ്മൾ ന്യൂയോർക്കിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നേരെ കാണാം ഇവിടെ ന്യൂയോർക്കിന് എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ലെയിൻ ക്ലോഷറാണ്, അതുകൊണ്ട് ആൾക്കാരിപ്പം ലെയിൻ ഷിഫ്റ്റ് ചെയ്തതാണ്. ഇവിടെ ട്രാഫിക് ജാം പറയാൻ പാടില്ല, പക്ഷെ ആൾക്കാരെക്കാളും കൂടുതൽ പോലീസുകാർ കാരണം. ഇപ്പം നിങ്ങൾ ഇവിടെ കാണാം, ഇവിടെ പോലീസ് സ്റ്റോപ്പ് ചെയ്ത് ആ ലെയിൻ ക്ലോസ് ആയി. അത് എന്ത് കാരണവശാലാണെങ്കിലും ശരി, അത് ചിലപ്പോൾ ഇപ്പോൾ ഒരാളെ പിടിച്ചിരിക്കുകയാണ് അവിടെ. മോൺട്രിയലിൽ ഏറ്റവും കൂടുതൽ കളവ് പോകുന്ന വണ്ടികൾ ഒന്ന് ടൊയോട്ട RAV4, പിന്നെ ഹോണ്ട CR-V, പിന്നെ Audi. ഇതാണ് കൂടുതൽ കളവ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കൂടുതലായിട്ടും ഹോണ്ട CR-Vയും പിന്നെ ഈ ടൊയോട്ട RAV4 ഒക്കെ മേടിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ അവർക്ക് ഇൻസൈഡ് പാർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ മേടിക്കാറുള്ളൂ. ഏറ്റവും ഫേവറേറ്റ് വെഹിക്കിൾ ആണ് കള്ളന്മാർ. പക്ഷെ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അതിന് ഓൾ ദാറ്റ് യു നീഡ് ഇസ് 2 കീസ് നിങ്ങളുടെ കയ്യിൽ വേണം, അതിൻ്റെ പേപ്പർ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം, അത് ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. അതല്ലാതെ ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടും, ഫുൾ വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ പോലീസുകാരൊക്കെ അത് സ്പോട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ചിലപ്പം ഇന്ന് രാത്രി കളവ് പോയത് ചിലപ്പോൾ നാളെ ടൊറൻറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ വയ പോർട്ട് ആഫ്രിക്കൻ കൺട്രീസിലോട്ടൊക്കെ അത് എക്സ്പോർട്ടായി പോകാറുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബോർഡറിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പോയാൽ കാണാം. ഞാൻ സെൻറ്റ് തോമസിൽ പോയ സമയത്ത് ഞങ്ങൾ അതുവഴി ഞങ്ങൾ ബോർഡർ കാണാൻ പോയായിരുന്നു. അംബാസിഡർ ബ്രിഡ്ജ്, അത് വേൾഡ് ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. സോ ആ ഒരു ബോർഡർ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ PR-ലാണ് ഇപ്പം, ഞാൻ പെർമനൻറ്റ് റെസിഡൻസ് സ്റ്റേറ്റസിലായതുകൊണ്ട് എനിക്ക് US-ലോട്ട് പോകണമെങ്കിൽ എനിക്ക് വിസയുടെ ആവശ്യമുണ്ട്. സോ നമ്മൾ പോകുന്നതായിരിക്കും ഒരു ദിവസം. വി വിൽ ഗോ വെരി സൂൺ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ക്യുബെക്കിൽ നിന്നുള്ള US-ലോട്ടുള്ള ബോർഡറാണ്. സോ കുറേ പേർക്കുള്ള ഒരു സംശയമാണ്, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കാനഡ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം പല ആൾക്കാരും തെറ്റിച്ച് പറയാറുണ്ട്. പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഈസ് ടൊറന്റോ അല്ലെങ്കിൽ ടൊറന്റോ. കാരണം ടൊറന്റോ ഒരു ഫൈനാൻഷ്യൽ ഹബ് ആയതുകൊണ്ടും കാനഡയുടെ ഒരു ബാക്ക് ബോൺ ആയതുകൊണ്ടാണ് ആൾക്കാർ അത് പറയുന്നത്. അത് തെറ്റല്ല. അത് ആദ്യം എനിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ആക്ച്വലി കാനഡയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒട്ടാവ. അവിടെയാണ് നമ്മുടെ കോൺസുലേറ്റ് തൊട്ട് നമ്മുടെ എല്ലാം എംബസീസ്
ഈവൻ കാനഡയുടെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഒട്ടാവയാണ്. സോ ഒട്ടാവ ഇസ് ദി ക്യാപിറ്റൽ ഓഫ് കാനഡ. Good, great, grand, wonderful. സോ ഒട്ടാവയും വലിയ ദൂരമൊന്നുമില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത് നിന്ന് ഒരു 2.5-3 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. സോ വി വിൽ ബി വിസിറ്റിംഗ് ഒട്ടാവ വെരി സൂൺ. നമുക്കൊന്ന് ഒട്ടാവ ഒക്കെ ഒന്ന് പോയി ചുറ്റി കറങ്ങിയിട്ട് വരാം. അതിന് കുറച്ച് സമയം വേണം. സോ രാവിലെ ആകുമ്പോൾ ഇറങ്ങണം. സോ വി വിൽ പ്ലാൻ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ വീഡിയോ. അങ്ങനെ നമ്മൾ നമ്മുടെ ചായക്കടയിലെത്തി. കാനഡിയൻ ചായക്കട, ടിം ഹോട്ടൽസ്. പാർക്കിംഗ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി കാപ്പി മേടിച്ചോണ്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ നമ്മുടെ കാപ്പി മേടിച്ച് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. പെട്രോൾ അടിക്കണം, പക്ഷേ പെട്രോൾ ഞാൻ പിന്നെ അടിക്കും. പെട്രോൾ ഫില്ലപ്പ് ചെയ്യണം. ഞാൻ നോർമലി കാപ്പിക്കകത്ത് ഐസ് ഇടിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ കോഫി എന്ന് പറയുന്നത് ഭയങ്കര കഫേനാണ്. ഇതിനകത്ത് ഹൈ കണ്ടന്റ് കഫേനാണ്. സോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബ്രൂ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല. ഇത് ഭയങ്കര സ്ട്രോങ് ആണ് ഇതിൻ്റെ കോഫി. ആ ഒരു കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഐസ് ആഡ് ചെയ്യിപ്പിക്കാറുണ്ട്. നോട്ട് ടു മച്ച്, വെരി ലിറ്റിൽ. അപ്പം ടെമ്പറേച്ചറും നോർമലാവും. എന്തെങ്കിലും ബേൺ ഔട്ട് സ്മെല്ലുണ്ടെങ്കിൽ അതും പോവും. അതുപോലെ തന്നെ കോഫിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. നോർമലി ഇവിടെ ഡ്രൈവിങ്ങിൽ കഴിക്കാൻ പാടില്ല, പക്ഷെ കുടിക്കാം. ബട്ട് ഈവൻ ഡ്രിങ്കിങ് ഇസ് നോട്ട് അലൗഡ്. ഐ മീൻ ഡ്രിങ്കിങ് കോഫി ഓർ എനിത്തിങ് ഇസ് നോട്ട് അലൗഡ്. പക്ഷെ എന്നാലും ബിക്കോസ് ഓഫ് ദി ക്ലൈമറ്റ് പോലീസ് അതിനങ്ങനെ എംഫസൈസ് ചെയ്യാറില്ല. പക്ഷെ കഴിക്കുവാണെങ്കിൽ മാത്രം പിടിക്കും. സോ വെൻ യു ആർ ഡ്രൈവിംഗ് യു കനോട്ട് ഈറ്റ് അറ്റ് ഓൾ. ഇറ്റ് ക്യാൻ ബി എനി സീസൺ. I'm a big fan of coffee. So coffee can keep me going. I don't know how many of you are coffee lovers. Just give a shout out. Or a thumbs up. Or a comment. Post here. I love coffee. ഈ സാൻഡ് ഡ്യൂൺസ് ഒക്കെ കയറി വരുന്ന പോലെയാണ് ഇവിടെ സ്നോ ഡ്യൂൺസ് ഒക്കെ കയറി വരുന്നത്. ഇതുണ്ട, നല്ല കാറ്റാ പുറത്ത്. ഇവിടെ മാക്സിമം സ്പീഡ് 70 ആണ്. പക്ഷെ എന്നാലും നമ്മൾ അനലൈസ് ചെയ്യുക അത്രയും സ്പീഡിൽ പോകുന്ന സേഫ് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ചില സമയത്ത് വണ്ടി സ്പിന്നാകാൻ സാധ്യതയുണ്ട്. ഇത് കംപ്ലീറ്റ്ലി സ്നോ കവേർഡ് റോഡാണ്. ഇനി നമ്മുടെ അറബി നാട്ടിലൊക്കെ കാണുന്ന പോലെ 2 sides completely desert or നമ്മൾ കുറച്ച് വഴി തെറ്റിപ്പോയി ഗൈസ്. അതുകൊണ്ട് നമ്മൾ യൂട്ടേൺ എടുത്ത്
ആദ്യം ഇവിടെ കാനഡയിൽ വന്ന സമയത്ത് ഞാൻ ആദ്യം വണ്ടി ഇവിടെ കാനഡയിൽ ഓടിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി മേടിച്ച് വന്ന സമയത്ത് എന്നെ പോലീസുകാർ നിർത്തിയായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പോലീസുകാർ ഇറങ്ങി വാടാൻ, സാറിൻ്റെ അടുത്തോട്ട് ബുക്കും പേപ്പറും എടുത്തോണ്ട് പോടാൻ, മറ്റേതാ മറിച്ചതെന്നൊക്കെ സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു നമ്മൾ വണ്ടി തന്നെ ഇറങ്ങരുത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്, വണ്ടിയുടെ പേപ്പേഴ്സ് ഉണ്ട്, എൻ്റെ ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇതും എടുത്തുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് അങ്ങനെ വണ്ടിക്കകത്തിരുന്നോണ്ട് പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. कौन है ये लोग? कहां से आते हैं? പോലീസുകാരൻ എന്നെ നോക്കുന്നു, ഞാൻ പോലീസുകാരനെ നോക്കുന്നു. അപ്പോൾ പോലീസുകാരൻ എന്നോട് പറഞ്ഞു ഇല്ല വണ്ടിക്കകത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ വണ്ടിക്കകത്ത് കയറി ഇരുന്നു. അപ്പോൾ ഓഫീസറാണ് നമ്മുടെ അടുത്തോട്ട് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന് നമ്മളോട് ബുക്കും പേപ്പറും, അതായത് വണ്ടിയുടെ രജിസ്ട്രേഷൻ, ലൈസൻസ്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ച് അവരുടെ വണ്ടിക്കകത്ത് പോയി അവർ അത് വെരിഫൈ ചെയ്യും. അവരുടെ സിസ്റ്ററിനകത്തിട്ട് വെരിഫൈ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വണ്ടിയുടെ ട്രങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ട്രങ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു. ആ ഒരു പ്രാവശ്യം മാത്രമേ പോലീസ് എന്നെ പിടിച്ചിട്ടുള്ളൂ. അങ്ങനെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ വണ്ടി എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെമ്പററി നമ്പർ കിട്ടും. അത് നമ്മൾ ഈ നമ്മുടെ റെയർ വ്യൂ വിൻഡോയിൽ നമ്മൾ ഒട്ടിച്ചു വെക്കാറുണ്ട്. സോ അത് കാരണമായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ പോലീസ് ഇവിടെ പിടിച്ചിട്ടില്ല, ഇതുവരെ ടച്ച് വിട്ടില്ല. ബട്ട് ഹൗ എവർ ഇവിടെ ആദ്യ കാനഡയിൽ വരുന്ന ആൾക്കാർക്ക് ഇതൊരു ചെറിയൊരു ലെസനാണ്. നിങ്ങളെ പോലീസ് പിടിക്കുമ്പോൾ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങരുത്, വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. നമ്മുടെ 2 കൈ കാണാവുന്ന പോലെ സ്റ്റിയറിംഗ് വെക്കുക. അതായത് വി ആർ നോട്ട് നമ്മൾ വെപ്പൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പ്രൂഫാണ്. സോ അവർ വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുക. എന്നിട്ട് they would check our documents and they would let us go. സോ അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലീസുമായിട്ട്. പിന്നെ ഞാൻ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഫൈൻ അടച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് എന്നൊന്നുമല്ല, ഫൈൻ അടച്ചിട്ടുള്ളത് പാർക്കിംഗാണ്. ഇവിടെ നമ്മൾ ആദ്യം വരും ഫ്രഞ്ച് അറിയാത്തത് കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യും. നമ്മൾ കൊണ്ടുപോയി കുറേ സ്ഥലത്ത് പാർക്ക് ചെയ്യും. അത് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ, അല്ലെങ്കിൽ ഇത്രയും ഈ ദിവസം തൊട്ട് ഈ ദിവസം വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തതാണ്. പക്ഷെ നമ്മൾ പി ഫോർ പാർക്കിംഗ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ഞാനൊരു $1000 വരെ ഫൈൻ കിട്ടിയിട്ടുണ്ട് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും $1000 കിട്ടുന്ന വരെ ഞാൻ എങ്ങനെ പാർക്ക് ചെയ്താലും എനിക്ക് ഫൈൻ കിട്ടും. പിന്നെ ഫ്രഞ്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ നമുക്ക് ഇവിടുത്തെ പാർക്കിംഗ് സിസ്റ്റം ഒക്കെ മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് ഫൈൻസ് കിട്ടാതെ ആകുന്നത്. ഇവിടെ വരുന്ന മിക്ക മലയാളികൾക്കും ഫൈൻ ധാരാളം കിട്ടാറുണ്ട്. ഫൈൻ അടിപൊളി ഫൈനാണ് ഇവിടെ കിട്ടുന്നത്. $350 or $380 for parking in a handicapped area. ആക്ച്വലി ആ ബോർഡ് ഞാൻ ശരിക്കും കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തിരിച്ചു വരാമെന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാനങ്ങ് ഇറങ്ങിപ്പോയതായിരിക്കും. തിരിച്ചു വന്നതിന് എനിക്ക് $380 ഫൈൻ ഉണ്ടായിരുന്നു. അടിപൊളിയല്ലേ? പിന്നെ എനിക്കൊരു ഫൈൻ കിട്ടിയിട്ടുള്ളത് $400 ആണ്. അത് ഒരു ചൈനീസ് കടയുണ്ട്. ആ ചൈനീസ് കടയുടെ സൂപ്പ് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ സൂപ്പ് മേടിക്കാൻ പോയതാണ്. സൂപ്പ് $40-40 ഉള്ളൂ, പക്ഷെ എനിക്ക് ഫൈൻ കിട്ടിയത് $400 ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അവിടെ കൺസ്ട്രക്ഷൻ ഏതാണ്ട് നടക്കുമായി. അതായത് ഞാൻ പുതിയതായിട്ട് കാനഡയിൽ വന്ന സമയമാണ്. സോ a lot of memories in terms of പാർക്കിംഗ് ടിക്കറ്റ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫൈൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പാർക്കിങ്ങിൽ നമുക്ക് പോയിന്റ്സ് പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇറ്റ്സ് എ ഹെവി ഹിറ്റ് ഓൺ യുവർ പോക്കറ്റ്സ്, വെരി ഹെവി.
നമ്മുടെ മുമ്പിൽ നമുക്ക് കനഡിയൻ ഫ്ലാഗ് കാണാം. ഇനി ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീടുകളെല്ലാം ആലോചിക്കണം, ഇത് ഇവിടുത്തെ ഫാമേഴ്സിന്റെ വീടാണ്. ഇതെല്ലാം ഫാമിംഗ് ലാൻഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ഫാമേഴ്സ് ഡയറക്ട്ലി അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവനും അവര് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് കൊണ്ടുവരുവാണ്. അതുകൊണ്ടാണ് ഇവിടെ വെജിറ്റബിൾസിനാണേലും എന്തിനാണേലും ദേ ഹാവ് എ കംപ്ലീറ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി കസ്റ്റമേഴ്സ്. നമ്മുടെ അടുത്ത് തേർഡ് പാർട്ടി അങ്ങനെ ഒന്നും ഇല്ല. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നമുക്ക് ഇവരുടെ ഫാമിൽ പോയി മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇവർ എത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ മേടിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു പഴയ വീഡിയോനകത്ത് ജോൺതലൂൺ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാം ഇവർക്ക്. ഇതാണ് ഇവരുടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫാമേഴ്സ് ലോൺ എടുക്കുന്നു, സൂസൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. ബിക്കോസ് they don't have a direct connect with the customers. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വീട് നോക്കി, ഇവരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികൾ. ആൻഡ് ഇമാജിൻ, ഇവര് ഒരു വർഷത്തിൽ മിനിമം 4 to 5 months ഇവര് കൾട്ടിവേഷൻ പോലും ചെയ്യുന്നില്ല. എന്നാലും they have enough. The government supports them. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഇവർക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ട് അവരുടെ കൾട്ടിവേഷനിൽ. ആൻഡ് എവറിബഡി ഈസ് ഹാപ്പി. ഓക്കെ, അങ്ങനെ നമ്മൾ പെട്രോൾ ഒന്ന് ഫില്ലപ്പ് ചെയ്യാമെന്ന് ഓർത്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചെയ്യാമെന്നാണ് ഓർത്തത്. ബട്ട് ഐ സീ ദാറ്റ് ഇനി ഞാൻ എവിടെ പോയി പെട്രോൾ ഇത് ചെയ്യണം? അല്ലേ ഒരു പണിയാ, പിന്നെ വയ്ക്കാം. അങ്ങനെ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങുവാണ്. പിന്നെ ഒരു 14 മിനിറ്റിന്റെ യാത്ര കേട്ടോ. Let's go. സോ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനും ഫ്രൂട്ട്സ് ആണ്. സമ്മറിലാണ് ഇതിനെ ഒക്കെ ഇനി പുറത്തിറക്കാൻ പോകുന്നത്. സോ ഇതൊരു എനിക്ക് തോന്നുന്നു ഈ ബോട്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് വേക്കൻറ്റ് ലാൻഡ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കും. ഇപ്പൊ ബോർഡർ ആണോ അല്ലയോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം അവിടെ ചെന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. അവർ നമ്മളെ പിടിച്ചു നിർത്തുവോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ US-ലോട്ട് ക്രോസ് ചെയ്യുവോ. എന്തായാലും അറിയാതെ ക്രോസ് ചെയ്യത്തില്ല, കാരണം അവിടെ ഇമിഗ്രേഷൻ ബോർഡർ കാണും, അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഫെൻസ് കാണും. But anyways, let's wait and watch. ഇവിടെ എല്ലാം കനഡിയൻ ഫ്ലാഗ് ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും കാനഡയിലാണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇവിടെ ഏതാണ്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ ബോർഡർ സ്റ്റേഷൻ 1 mile എഴുതിയിട്ടുണ്ട്. ഊലാലാ, അങ്ങനെ കനേഡിയൻ ഫ്ലാഗ് കാണുന്നുണ്ട് ഞാൻ അവിടെ ദൂരത്ത്. കനേഡിയൻ ഫ്ലാഗ് കണ്ടിരിക്കുന്നു. ഇനി എന്തുവാ സംഭവിക്കാൻ പോകുന്നെന്നുള്ളത് മാലൂം. വലിയ കനേഡിയൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ബോർഡർ. അങ്ങനെ നമ്മള് കനേഡിയൻ ബോർഡറിൽ വന്നെത്തി. ഇവിടെ ഗേറ്റ് ഒക്കെ ഉണ്ട്.
अरे stop, don't go. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ സ്റ്റോപ്പാണ്, നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതാണ് കാനഡ, അപ്പുറം US. US-ന്റെ ഫ്ലാഗ് കാണാമോ നിങ്ങൾക്ക്? ഇതാണ് സംഭവം. നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിക്കുകയാണ്. കാരണം ഞാൻ അവിടെ യൂട്ടേൺ എടുക്കാൻ നോക്കിയിട്ട് അവിടെ കാണുന്നില്ല. അവിടെ നമ്മൾ ഗേറ്റ് ക്രോസ് ചെയ്യണം. ഓക്കെ, സോ ഗൈസ് അങ്ങനെ നമ്മൾ ബോർഡർ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. സോ നമ്മൾ പിന്നെയും, അതായത് അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ക്യൂബെക്കിലോട്ട് എൻ്റർ ആവുകയാണെന്നുള്ള സൈൻ ബോർഡ്. സോ ഗൈസ് നോർമലി ബോർഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ വലിയ സെറ്റപ്പ്, അതായത് നമ്മൾ വിൻസറിൽ പോയപ്പം കണ്ട ഒരു സെറ്റപ്പൊക്കെയാണ് നമ്മുടെ മൈൻഡിലുള്ളത്. പക്ഷേ ഇതൊരു ചെറിയ ക്രോസിംഗ് ആണ്, ഇതൊരു ചെറിയ ബോർഡർ ക്രോസിംഗ് ഏരിയ ആണ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്, ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. See you in the next video. Bye bye.